അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ വയനാട് പോവുകയാണ്. വയനാട് എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ അടുത്തോട്ട് പോവുകയാണ്. അവിടെ ഒരു കല്യാണം കൂടാനുണ്ട്. അപ്പം ഞങ്ങൾ രാത്രിയാണ് പോകുന്നത്. നല്ല മഴയുണ്ട്. അതായത് ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഒരു മാസം മുന്നേ ഉള്ള വീഡിയോ. അന്നും മഴ തന്നെയാണ്, ഇന്നും മഴ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബസ്സെന്ന് പറയുന്നത് കിളിമാനൂരിൽ നിന്ന് 9:30-ക്കോ 10 മണിക്കോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ ബസ് കയറാൻ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു. ഞങ്ങൾ കാറിൽ വന്നിട്ട് ചേട്ടനും വൈഫും കൂടെ കാറ് കൊണ്ടൊതുക്കിയിട്ട് നടന്നു വരുന്നതാണ്. ഞങ്ങളിവിടെ ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ നിന്നു. രാത്രി 9:30-ക്കായിരുന്നു ബസ്. ജ്വല്ലറിയുടെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ അവിടുത്തെ സെക്യൂരിറ്റി നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു, ഇവരെന്താ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന്. പിന്നെ ബസ് വരാറായപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി നിന്നു. പിന്നെ ബസ് വന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനില്ല. കാര്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അന്നും ജോലിക്ക് പോയിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമായിരുന്നു. ഇത് ഒത്തിരി വെളുപ്പിനെ എടുത്ത വീഡിയോ ആണിത്. ബസ്സിൽ കയറി ഉടനെ ഞാൻ ഉറങ്ങി. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഞങ്ങളെല്ലാവരും ഉറങ്ങി. അങ്ങനെ പിന്നെ നേരം വെളുത്തു നമ്മളിതാ വയനാടോട്ട് കയറി. അങ്ങനെ ഇത് ഉറക്കമൊക്കെ എണീറ്റ് നമ്മളെല്ലാവരും എത്താറായി. ഞങ്ങൾ സ്റ്റോപ്പ് എത്താറായി. മീനങ്ങാടി ഇറങ്ങി. അവിടെ നിന്ന് ചേട്ടൻ ഞങ്ങളെ കൂട്ടാനായിട്ട് കാറുമൊക്കെ ആയിട്ട് വന്നു. വീടെത്തിയപ്പോഴത്തേക്ക് 2 പേര് ആ പടിവാതിലിൽ ഞങ്ങൾ കാത്തിരിപ്പുണ്ട്. ഞങ്ങൾ ചെല്ലുന്നത് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ അവർക്ക് അറിയായിരുന്നു പോലും. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളോട് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ 4 പേരും, അതായത് ഞാനും ഹസ്ബൻഡും ചേട്ടനും ചേട്ടൻ്റെ വൈഫും, ഞങ്ങൾ 4 പേരും കൂടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. എന്തായാലും വയനാട് പോകുന്നതല്ലേ, കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് അന്ന് വൈകിട്ടും കല്യാണത്തിന് പങ്കെടുക്കണം, പിറ്റേന്നും കല്യാണമുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പോയി വരാനുള്ള എളുപ്പത്തിന് നമ്മൾ ചെമ്പ്ര പീക്ക് നോക്കി. അവിടെ നിന്നൊരു കുറച്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ സ്ഥലം. അതായത് ചേച്ചിയുടെയൊക്കെ വീട് അമ്പലവയലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റുന്നത് ചെമ്പ്ര പീക്ക് ആണെന്ന് തോന്നിയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തേയിലത്തോട്ടം കണ്ടപ്പോൾ എന്നാൽ കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ പലരും പല സ്ഥലത്തു നിന്ന് പല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ചെമ്പ്ര പീക്ക് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ അല്ല, കുറച്ചധികം നടക്കാനുണ്ട്. അതുമാത്രമല്ല, നമുക്ക് നല്ലൊരു അബദ്ധം പറ്റി. എന്താണെന്നല്ലേ, അതായത് ഞങ്ങൾ ചേച്ചിയുടെയൊക്കെ വീട്ടിലെത്തി. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത് 11:30 മണിക്കാണ്. പക്ഷേ ചെമ്പ്ര പീക്കിൽ 12 മണി വരെ വിസിറ്റുള്ളൂ. അതായത് 12 മണിക്ക് ശേഷം ഞങ്ങളെ പീക്കിലോട്ട് കടത്തി വിടത്തില്ല. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ചെമ്പ്ര പീക്കിലോട്ടാണ് പോകുന്നതെന്ന് ചേച്ചിയുടെ അടുത്തും ചേട്ടനോടും പറഞ്ഞതുമില്ല. ഞങ്ങൾ നോക്കി, ഗൂഗിളിൽ സെർച്ച് ചെയ്തു, അടുത്തുള്ള സ്ഥലം കണ്ടു, നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവർ പറഞ്ഞത് 12 മണിക്ക് ക്ലോസ് ആവുന്നു. അപ്പം നമ്മളവിടെ എത്തിയപ്പോൾ 12:30 ആയി. അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവർ പറഞ്ഞു കുറച്ച് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ചൊക്കെ നടക്കാം. കുറച്ച് നടന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി, പക്ഷേ ഞങ്ങളെ അകത്തോട്ട് കടത്തി വിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാമെന്ന് വെച്ചു, അവിടെ നടന്ന് കുറച്ചേ കാണാമെന്ന് വെച്ചു. എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. പക്ഷേ ഇവർ 3 പേരും കട്ടയ്ക്ക് നിന്നതുകൊണ്ട് ശരി എന്നാൽ പിന്നെ നടക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ശനിയാഴ്ചയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ 2 ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അത് ശനിയാഴ്ച എത്തി, ഞായറാഴ്ച വൈകിട്ട് തിരിക്കുന്നതായിട്ട് അങ്ങനെയായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ.